Hi friends, very good morning to all. How are you? I hope you are good and happy. It's our 11th day of learning English. Let's feel happy about our progress and learn something new today. Before that, let me tell you something secret. Let's don't think in Malayalam, but think in English. Yes, let's start thinking in English. At first, it may feel difficult, but don't worry. Try to form simple sentences. Yes, try to form simple sentences in your mind. Even if you make mistakes, don't worry. It's okay. Speak slowly and clearly. Use simple words which you already know and you already learned. Practice every day. You will improve. Let's enjoy the learning process and keep going. Dear friends, നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ സ്ലോലി, വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അത് കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ മലയാളം പറയുന്നില്ല, ബിക്കോസ് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഞാൻ ഇന്ന് സംതിങ് ന്യൂ ഐ എം ഗോയിങ് ടു ടീച്ച് യു. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഇനിയുള്ള ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. സോ താങ്ക് യു ഫോർ ലിസണിങ്. സോ കീപ് ഗോയിങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഐ വാണ്ട്, എനിക്ക് വേണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് വേണം എന്ന് വെച്ചിട്ടുള്ള സെൻറ്റൻസസുകളാണ്. ഐ വാണ്ട്, ഈ രണ്ട് വേർഡ്സ് ഐ വാണ്ട്, ഇത് വെച്ച് നമ്മൾ സെൻറ്റൻസസ് ഫോം ചെയ്യാനാണെന്ന് പഠിക്കുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ടു ഫോം സെൻറ്റൻസസ് വിത്ത് ഐ വാണ്ട്. I want. I want water. I want a glass of water. I want a glass of cold water. I want a glass of cold water because I am thirsty. അവസാനം പറഞ്ഞ സെൻറ്റൻസിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ കുറേ അധികം സ്റ്റെപ്സുകളായിട്ട് പഠിച്ചത്. എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വേണം, കാരണം ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ ഈ തേഴ്സ്റ്റി എന്ന വാക്ക് അറിയുന്നില്ലെങ്കിൽ അത് നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചോളൂ. തേഴ്സ്റ്റി, ദാഹിക്കുന്നു. ബാക്കിയുള്ള എല്ലാ വാക്കുകളും നിങ്ങൾക്കറിയാം, പക്ഷെ അത് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ് വയ്ക്കുക ഐ, പിന്നീടാണ് നമുക്ക് ഐ വാണ്ട്, ഈ ഒരു വാക്ക് മാത്രം, ഈ രണ്ട് വേർഡ്സുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഐ വാണ്ട്, എനിക്ക് വേണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കൂട്ടിച്ചേർത്താൽ മതി. നമ്മളിന്ന് കുറച്ചധികം സെൻറ്റൻസസ് ഇങ്ങനെ പറഞ്ഞു പഠിക്കും. ആൻഡ് ദെൻ യു വിൽ ലേൺ ഇറ്റ്. ഓക്കെ, so let's see another sentence. I want tea. I want a cup of tea. I want a cup of hot tea. I want a cup of hot tea in the morning. എനിക്ക് രാവിലെ ഒരു കപ്പ് ചൂടുള്ള ചായ വേണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. I want food. I want
some food. I want some tasty food. I want some tasty food cooked by my mother. എനിക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എൻ്റെ അമ്മ കുക്ക് ചെയ്തത് വേണം. I want to learn. I want to learn English. I want to learn English well. I want to learn English well and speak confidently. എനിക്ക് ഇംഗ്ലീഷ് നന്നായി പഠിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ വളരെ ഒരു പേടിയും ഇല്ലാതെ സംസാരിക്കാനായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. I want to go. I want to go outside. I want to go outside now. I want to go outside now and get some fresh air. Okay, next sentence. I want you. I want you to listen. I want you to listen carefully. I want you to listen carefully and follow my instructions. I want to practice. I want to practice English. I want to practice English every day. I want to practice English every day to improve my speaking. So here are some more sentences I am giving you in order to practice. So read each sentence carefully and you understand how all these sentences are used and make it practice in your day-to-day life. I want some water. എനിക്ക് കുറച്ച് വെള്ളം വേണം. I want a cup of coffee. എനിക്കൊരു കപ്പ് കോഫി വേണം. I want to eat now. എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കണം. I want something to drink. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ കുടിക്കണം. I want more rice. എനിക്ക് കുറച്ചും കൂടി ചോറ് വേണം. I want a little sugar. എനിക്ക് കുറച്ച് പഞ്ചസാര വേണം. I want to cook today. എനിക്ക് ഇന്ന് കുക്ക് ചെയ്യണം. I want to rest. എനിക്ക് വിശ്രമിക്കണം. I want to sleep early. എനിക്ക് നേരത്തെ ഉറങ്ങണം. I want to clean the room. എനിക്ക് റൂം വൃത്തിയാക്കണം. I want to watch TV. എനിക്ക് TV കാണണം. I want to sit here. എനിക്ക് ഇവിടെ ഇരിക്കണം. I want some fresh air. എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റ് വേണം, അല്ലെങ്കിൽ ഫ്രഷ് എയർ എനിക്ക് വേണം. I want to talk to you. എനിക്ക് നിന്നോട് സംസാരിക്കണം. I want to help you. എനിക്ക് നിന്നെ സഹായിക്കണം. I want you to listen. എനിക്ക് നീ എന്നെ ശ്രദ്ധിക്കണം. I want you to come here. എനിക്ക് നീ ഇവിടേക്ക് വരണം. I want you to spend time with you. എനിക്ക് നിന്നോട് കൂടെ സമയം ചെലവഴിക്കണം. I want to learn English. I want to speak English. I want to improve my vocabulary. I want to practice daily. I want to speak without fear. എനിക്ക് പേടിയില്ലാതെ സംസാരിക്കണം. I want to understand better. എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കണം. I want to go outside. I want to go to the shop. I want to buy vegetables. എനിക്ക് വെജിറ്റബിൾസ് വാങ്ങണം. I want to travel someday. എനിക്ക് എന്തെങ്കിലും ആ സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പറയില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും പറയുകയാണ് ഞാൻ ഇന്ന സ്ഥലത്തിലോട്ട് പോയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇംഗ്ലണ്ടിലോട്ടോ ജർമ്മനിയിലോട്ടോ അങ്ങനെ ഏതെങ്കിലും സ്വിറ്റ്സർലൻഡിലോട്ടോ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ അത് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ വാണ്ട് ടു ട്രാവൽ സം ഡേ. എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് അവിടേക്ക് എന്താ പറയുക ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ യാത്ര പോകണം, അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരണം. I want to visit some
ഐ വാണ്ട് ടു വിസിറ്റ് ന്യൂ പ്ലേസസ്. പുതിയ പുതിയ സ്ഥലങ്ങൾ എനിക്ക് വിസിറ്റ് ചെയ്യണം. ഐ വാണ്ട് ടു ബി ഹാപ്പി. ഐ വാണ്ട് ടു സ്റ്റേ കാം. എനിക്ക് ശാന്തമായിരിക്കണം. ഐ വാണ്ട് ടു ഡു മൈ ബെസ്റ്റ്. എൻ്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ടാകുന്നതിൽ ഏറ്റവും മാക്സിമം ലെവൽ എനിക്ക് ചെയ്യണം. ഐ വാണ്ട് ടു ഫീൽ കോൺഫിഡൻറ്റ്. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. ഐ വാണ്ട് ടു എൻജോയ് ദിസ് മൊമെൻറ്റ്. ഈ ഒരു നിമിഷം എനിക്ക് മാക്സിമം എൻജോയ് ചെയ്യണം. ഫൈനലി, I'll give you a practice tip. Try to say all these sentences, whatever we learned, aloud. And also make your own sentences like, I want to finish my work early today. So friends, ഇത്രയും നേരം നമ്മൾ പഠിച്ച ഓരോ സെൻറ്റൻസസും നിങ്ങൾ ലൗഡ്ലി പ്രാക്ടീസ് ചെയ്യണം. ഇത്ര നേരം പഠിച്ച സെൻറ്റൻസസ് മാത്രമല്ല, കഴിഞ്ഞ 10 ദിവസമായി നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിക്കുന്നുണ്ട്. എല്ലാ സെൻറ്റൻസസും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങൾക്ക് സന്ദർഭം അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. എന്നിട്ട് ആ സെൻറ്റൻസസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ കുട്ടികളോടോ എന്തെങ്കിലും അവർ പറയുമ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ അവർ ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേൽക്കൂ എന്ന് പറയുന്നതിന് പകരം വേക്കപ്പ്, അങ്ങനെ നമുക്ക് പറയാമല്ലോ, നമ്മൾ പഠിച്ച സെൻറ്റൻസ് അല്ലേ. ഓക്കെ, സോ അതുപോലെ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോട് ആവശ്യപ്പെടാം, ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അതിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠമാണ് അല്ലേ, നമുക്കങ്ങനെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായോ, നിങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. സോ ഐ വാണ്ട് എന്നുള്ള ഈ 2 പദം ഉപയോഗിച്ച് ഏതെങ്കിലും 3 സെൻറ്റൻസസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസസ് ഏതെങ്കിലും 3 സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.